BJP മുൻ വക്താവ് നൂപുർ ശർമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ AAP സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അഴിമതി കേസിൽ അപ്പാടെ മുങ്ങി നിൽക്കുന്ന കെജ്രിവാൾ അടക്കം കൃഷ്ണൻ, നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ അഴിമതിയിലേക്ക് കടക്കുന്നതിനൊക്കെ മുൻപ് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നോക്കൂ. കുടിവെള്ളം മുതൽ വായു മലിനീകരണം വരെ ഡൽഹി പോലെ രാജ്യ തലസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന രഹിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നൽകാൻ കഴിയാത്തൊരു സർക്കാർ എന്തിനാണ് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. AAP സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ആഹ്വാനമാണ് നൂപുർ ശർമ്മ മുന്നോട്ട് വയ്ക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഗൗതം, ഈ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു BJPയുടെ മുൻ വക്താവ്. കൃഷ്ണരാജെ, അത്തരമൊരു സന്ദേശമാണ് നുപൂർ ഇപ്പോൾ നൽകുന്നത്. നമുക്കറിയാം, നുപൂർ ശർമ്മ BJPയുടെ മുൻ ദേശീയ വക്താവും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ ഖുറാൻ വിരുദ്ധ പരാമർശം എന്നൊരു ആരോപണം നുപൂറിനെതിരെ ഉയർന്നത്. ഒരു ദേശീയ മാധ്യമത്തിന്റെ ചർച്ചയ്ക്കിടയിൽ നുപൂർ ശർമ്മ ഖുറാനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അതിന് മുൻപ് ഒരു മൗലവി സംസാരിക്കുമ്പോൾ ഈ മൗലവി കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഹൈന്ദവർ നടത്തുന്ന ശിവലിംഗ ആരാധനയെയും വളരെ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനെ വളരെ ഇകഴ്ത്തി കാട്ടിയുള്ളൊരു ചില വാക്കുകളാണ് ഈ മൗലവിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് മറുപടി നൽകുകയാണ് ശരിക്കും നുപൂർ ശർമ്മ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ചാനൽ ചർച്ച കാണുന്ന എല്ലാ ആളുകൾക്കും അത് കൃത്യമായി തന്നെ മനസ്സിലാകും. പക്ഷേ നുപൂറിനെതിരെ ഇസ്ലാമിക മതമൗലികവാദികൾ ഭാരതത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നുപൂറിനെതിരെ നടപടി വേണമെന്ന രീതിയിൽ വലിയ പ്രതിഷേധം നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കുൾപ്പെടെ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് താൽക്കാലികമായി BJP അന്ന് ദേശീയ വക്താവ് എന്ന സ്ഥാനത്ത് നിന്നും നുപൂറിനെ മാറ്റിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം BJPയിൽ തന്നെ രൂപപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നുപൂറിനെ എത്രയും വേഗം തിരികെ കൊണ്ടുവരണം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പദവികൾ നുപൂർ ശർമ്മയ്ക്ക് നൽകണമെന്ന വികാരമാണ് പാർട്ടിക്കകത്ത് തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നുപൂർ ശർമ്മ തൻ്റെ എക്സിൽ ഈ ആം ആദ്മി സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വേണമെന്നും ഡൽഹിയുടെ സമഗ്രമായ വികസനത്തിന് അധികാര മാറ്റമുണ്ടാകണം, BJP അധികാരത്തിലെത്തിയേ മതിയാകൂ എന്ന ആഹ്വാനം എക്സിൽ നുപൂർ ശർമ്മ കുറിക്കുകയാണ്. അത് വലിയൊരു പ്രതീക്ഷ അവരെ ഇഷ്ടപ്പെടുന്ന BJP പ്രവർത്തകർക്കും ദേശീയ സംഘടനകൾക്കും ഒക്കെ നൽകുന്നു. കാരണം നുപൂർ വളരെ വൈകാതെ തന്നെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും എന്ന സന്ദേശം. ഒന്ന് ശ്വസിക്കാൻ അല്ലേ, ശുദ്ധമായ ഒരു വായു പോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനം. അതിൽ AAP സർക്കാരിന് വളരെയധികം പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി